ACBO പെണ്ണുമ്പോൾ നിങ്ങൾ നമ്പർ നോക്കിട്ട് വിളി. ഇത് സോമൻസ് ബ്യൂട്ടി പാർലറാണ്. അപ്പൊ നിനക്ക് അങ്ങനെ പറയാൻ അറിയാം അല്ലേടാ? നീ എന്തോ പരിപാടിയാണോ നീ കാണിച്ചത്? എന്ത് കാണിച്ച്? എന്റെ മോൻ മുടി വെട്ടാൻ വന്നപ്പോ നീ എന്തോടാ കാണിച്ചേ? ഞാൻ അങ്ങോട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അവന് മിലിറ്ററി അടിക്കണമെന്ന്. ഞാൻ നിങ്ങളെ അപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചോ, ചെറുക്കൻ ഇങ്ങനെ വന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി അടിക്കണമെന്ന്. അപ്പൊ നിങ്ങളെന്താ എന്നോട് പറഞ്ഞത്? അവൻ പറയുന്ന കൂട്ടം അങ്ങ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 3 പെഗ് ഒഴിച്ചു കൊടുത്തു. അവൻ മണക്കം അടിയും കഴിഞ്ഞാൽ പോയത്. അറിയാവോ? നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. നീ മിലിറ്ററി കൊടുത്ത എന്റെ ചെറുക്കനെ പൂസാക്കിയത് പോട്ടെ, നീ മുടി വെട്ടണം എന്ന് പറഞ്ഞ എന്തോന്നാണ് നീ കാണിച്ചത്? ഞാൻ കണ്ടി നീ സംസാരമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരും. ഇതിനുള്ള നഷ്ടപരിഹാരം എനിക്ക് നീ തരണം. നഷ്ടപരിഹാരം എത്ര രൂപ വേണം? ഒരു 10,000-3000 രൂപ വേണോ? നീ എന്ത് ചെയ്യാനാന്ന് പറ. ഒരു പണി, ഞാൻ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യാനാന്ന് പറ. 150 രൂപയുടെ മുടി വെട്ടി കഴിഞ്ഞാൽ 3000 രൂപ അങ്ങോട്ട് കൊടുക്കണ്ട ഗതികേടാ. ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ് കൊണ്ടുപോകണം എന്ത് പാടാ. ഗ്യാസിനും വില കൂടുതൽ. അതാണ് ഇതിന്റെ ഏറ്റവും അപ്പുറത്തെ വിളിച്ചത്. അല്ല, ഗ്യാസ് ഈ ബിസിനസ്സുമായിട്ട് എന്താ ബന്ധം? പിന്നെ ഇവിടെ വെട്ടിയിട്ട് അങ്ങനെ മുടി വാരിക്കൊണ്ടിട്ട് കത്തിച്ച് കഞ്ഞി വെക്കാൻ പറ്റും. ഗ്യാസിന് ഭയങ്കര വില. ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് പറ. ഓരോരോ അബദ്ധങ്ങൾ ചെന്ന് ചാടും. ഹലോ, മനസ്സിലായോ? എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാകാതിരിക്കും. പറഞ്ഞു ആരാന്ന് പറഞ്ഞു? കതിരേഷ്. കതിരേഷ് അല്ല, ഞാൻ ബ്രൂണോ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ താൻ ഇവിടെ 2 പ്രാവശ്യം കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ വന്ന് ആ 2 കല്യാണം മുടങ്ങി തന്നെ ഏത് ഇരുത്തത്തിൽ കണ്ടാലും എനിക്ക് മനസ്സിലാകും. കതിരേഷ് ഒക്കെ പണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പേര് മാറ്റി. എന്റെ പേര് ഇപ്പൊ ബ്രൂണോ എന്നാണ്. അതിനെ പേര് മാറ്റി? കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ പേര് മാറ്റി. പേര് മാറ്റിയ കല്യാണം നടക്കൂ? അമ്മാവൻ എന്ന് വിളിച്ചു പറയട്ടെ. അമ്മാവന്റെ മകനെ 35 വയസ്സായി. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് പേര് മാറ്റിയ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. പേര് മാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഹിന്ദു ആയിരുന്നല്ലോ കതിരേഷ്. അപ്പൊ ഞാനിപ്പോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാന് അവരുടെ സഭയിലേക്ക്, അവരുടെ മതത്തിലേക്ക് ഞാൻ മാമോദിസ മുങ്ങി ചേർന്നു. അത് ശരി. അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനും അവരുടെ ഫാമിലിക്കും ഉണ്ടല്ലോ ജാതിയും മതമൊന്നും ഒരു പ്രശ്നമല്ല. അത് നിന്നെ മതം മാറ്റിയപ്പോഴേ എനിക്ക് പിടികിട്ടി. പിന്നെ അറിയാലോ, വയസ്സ് ഇപ്പൊ ഒരു 51 വയസ്സായി. ഞാൻ നോക്കിയപ്പോ വേറെ മാർഗ്ഗമില്ല. ഇങ്ങനെ നിക്കുവല്ലേ. അതെ. ഇപ്പം സെറ്റായി. പിന്നെ കല്യാണം സെറ്റായി. ഇന്ന് കല്യാണമാണ്, മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അല്ല, ഞാൻ വേറെ കഴിഞ്ഞിട്ട്. ചോദിക്കേ. പിന്നെ എന്റെ വീട് എവിടെയാ? അതാണ് എന്റെ ഏറ്റവും വലിയ രസം. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് വീടില്ല. അവള് പറന്ന് നടക്കുമല്ലേ. കിളിയാണോ? കിളീനാണോ കെട്ടാൻ പോണത്? പെണ്ണ് കിട്ടിയില്ലെന്ന് നീ അന്ധക്കരണ കാണിച്ചു വെക്കേണ്ട കല്ല് കാര്യമുണ്ടോ? ക്ലീനൊക്കെ കെട്ടിക്കൊണ്ടു അത് വല്ലതും കൊത്തിപ്പറിച്ചിട്ട് പോകും. പിന്നെ ഇളിപ്പീനായി ഇവിടെ നിൽക്കും. ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്ക്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇന്ത്യയിൽ വീടില്ല. അവള് വിദേശ സെറ്റിലാണ്, അമേരിക്ക സെറ്റിലാണ്. എവിടെ? അമേരിക്കയിലെ USA സെറ്റിലാണ്. എന്റെ കതിരേശ അമേരിക്കയിലാണോ? എനിക്ക് വയ്യ. എങ്ങനെ സംഘടിപ്പിച്ചിട്ട് വന്നെ അമേരിക്ക എന്നൊക്കെ? ഈ അമേരിക്കയുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ കല്യാണാലോചന വന്നായിരുന്നു. ചെക്കോസ്ലോവാക്യ എന്നൊരു കല്യാണാലോചന വന്നു. അത് ഞാൻ പിന്നെ അങ്ങ് കളഞ്ഞു. വിട്ടുകളഞ്ഞ നന്നായി. അല്ല, രാജ്യത്തിന്റെ പേര് പറഞ്ഞ് കുറുനാക്ക് കുരുങ്ങി നീ ചത്ത. അപ്പൊ അമേരിക്ക കയറി അങ്ങ് ഓക്കെ അടിച്ച്. അമേരിക്ക ഓക്കെ അടിച്ചാ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടല്ലോ. അതിലാണല്ലോ പോക്ക്. അതെ അതെ അതെ. വേറെ കാര്യം ഞാൻ പറയട്ടെ. കല്യാണം കഴിഞ്ഞ ആ പെണ്ണുമ്മറ്റേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അമേരിക്കയിലേക്ക് കൊണ്ടുപോവല്ല, പിന്നെ ഇനി ഇവിടെ അങ്ങോട്ട് കടത്തുവാ. അതെ, അത് അവരും എടുത്തു പറയാറുണ്ട്. അപ്പൊ ഇതേ സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെയ്യണ്ടേ? നീ സമാധാനപ്പെടും. അല്ല, ഇത് എത്ര മണിക്കാ കെട്ടെന്ന് പറഞ്ഞാ പള്ളി കഴിഞ്ഞ അപ്പൊ കെട്ടാണ്. 10 മണിക്ക് പള്ളി കഴിയും. പള്ളി കഴിഞ്ഞ 10:01 അടിക്കുമ്പോഴേ കല്യാണാണ്. വീട്ടിലങ്ങനെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങും പരിപാടി. ദക്ഷിണ കൊടുക്കാന്ന് സോമചേട്ടാ, നിങ്ങൾക്കറിയാലോ എനിക്ക് ആകപ്പാടെ ഒരു അമ്മാവനെ ഉള്ളൂ. അമ്മാവൻ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി എന്തോ ഒരു നേർച്ചയും പരിപാടിയൊക്കെ നടത്തിയെന്നറിയോ? ഉരുളാത്ത സ്ഥലമില്ല അമ്മാവൻ. 5 കല്യാണം നടത്താൻ അമ്മാവനല്ലേ? അതെ. ഉള്ളി ഉരുണ്ടില്ലല്ലോ അതിശയുള്ളൂ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് രാവിലെ അമ്മാവന് ഞാൻ വെറ്റിലേയും പാക്കും ഒരു വെള്ളി രൂപയും കൊടുത്ത് ആ പരിപാടി അങ്ങ് നിർത്തി. വെറ്റിലേയും പാക്കിലും അമ്മാവൻ അങ്ങ് ഒതുക്കി. അതെ. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നുള്ള പരിപാടിയിലാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോ. ഈ 2 പെണ്ണ് കല്യാണം നടത്തിയിട്ട് മുങ്ങിയ സ്ഥലം ഒരു അനുഭവം നമുക്കുണ്ട്. ഈ പെണ്ണ് മുങ്ങുമെന്ന് ആരും ഉണ്ട്. നീ ആ പള്ളിയിലേക്ക് വിളിച്ച് പെണ്ണ് വന്നിട്ടുണ്ടോ അന്വേഷിച്ചു. പള്ളിയിലേക്ക് എന്തെങ്കിലും വിളിക്കണത്? പെണ്ണിനെ ഞാൻ കൂടുതൽ കൊണ്ടുവന്നേക്കൊല്ലേ. കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നിട്ട് അവിടെ ഞാൻ കണ്ടില്ലല്ലോ. പുറത്ത് കാറിലിരുത്തിയേക്കൊല്ലേ. അയ്യോ, നശിപ്പിച്ച്. എന്തിനാ അബദ്ധമല്ലേ അത്? എന്താണ്? ആ കാറിൽ ഇറങ്ങി അവള് മുങ്ങിയാലോ? നമുക്ക് അനുഭവമുള്ളത് അങ്ങനെ. എന്റെ സോമചേട്ടാ, അതിനുള്ള പരിപാടി ഞാൻ ചെയ്തു വെച്ചേക്കൊല്ലേ. അതായത് എന്റെ പെണ്ണ് ഇരിക്കണ കാറിന്റെ മുമ്പിലും പുറകിലുമായിട്ട് 5 കാർ വെച്ച് ഇട്ടേക്കുവാണ്. 10 കാർ. എന്തിനാണ് അബദ്ധം കാണിച്ചത്? ഒരു 2 കാർ കൊണ്ടുവന്ന് ആ പെണ്ണിരിക്കുന്ന കാറിന്റെ 2 സൈഡിന്റെ ഡോറിന്റെ പറ്റം കിട്ടുന്നത് അവൾ ഡോർ തുറന്ന് പോയാലായിരുന്നു. ഡോർ തുറന്ന് പോയാലും പ്രശ്നമില്ല. 25 ബ്ലാക്ക് ക്യാറ്റ്സിനാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. 25 ബ്ലാക്ക് ക്യാറ്റ്സ്? 10 കാർ? ഇവിടെ ഒരുപാട് പൈസ അയക്കണം. ഇത് എവിടെ നിന്ന് മുടക്കി പൈസയൊക്കെ? വീട്ടിൽ കുറച്ച് പാഴ്മരം നിൽപ്പുണ്ടായിരുന്നു. അത് ഞാനങ്ങ് വെട്ടി വിറ്റ്. ഈ ഒരു പാടിന് വേണ്ടി ബാക്കിയുള്ള പാഴ്മരം മുഴുവൻ വെട്ടി.
അതെ അല്ലേ? അത് ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേരെന്നറിയോ? എന്താ പേരെന്താ? ക്ലാര. ക്ലാര. അപ്പൊ ഞാൻ ബ്രൂണോ ക്ലാര എന്നാക്കി എന്റെ പേര്. അതെന്ത് പരിപാടി? പേരിന്റെ കൂടെ അച്ഛന്റെ പേരിലിരുന്ന പെണ്ണിന്റെ പേരാണോ ഇടണ്ടേ? എന്റെ അച്ഛന്റെ പേരാണ്, നിങ്ങളൊന്ന് പറഞ്ഞേ. എന്റെ അച്ഛന്റെ പേരെന്നാ? പങ്കജാക്ഷൻ. പങ്കജാക്ഷൻ. ബ്രൂണോ പങ്കജാക്ഷൻ എന്ന് എനിക്ക് ഇടാൻ പറ്റുമോ? ബ്രൂണോ ക്ലാര ആകുമ്പോ ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അത് ശരിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പേരാണ് അത് ഇട്ടേക്കുന്നത്. കൊള്ളാം. അതാകുമ്പം നിന്റെ കൂടെ അങ്ങ് ചേർന്ന് കിടന്നോ. അതെ അതെ, ഈ സംഭവങ്ങളെ പെട്ടെന്ന് ഒന്ന് സംഭവം ഒന്ന് റെഡിയാക്കി. എന്റെ മുടി എന്നെ ചെയ്യാൻ പറ്റും? മുടി എന്ത് ചെയ്യണം? അല്ല, എന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്റെ മുടി ഈ ഒരു ലുക്കിൽ കണ്ടിട്ട് എന്നെ ചെയ്യാൻ ഒരു ലുക്കിൽ അത് ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണത്. എന്നാ മുടി വിട്ടേരെ. മീശൽ എന്നെ ചെയ്യണം. മീശ തൊടണ്ട കേട്ടോ. കൊള്ളാം മോനെ, ഞാനിത് അങ്ങോട്ട് പറയാൻ അത് കൂട്ടൊരു മീശ. ഞാൻ പറഞ്ഞു എനിക്കിവിടെ മാരേജ് കഴിഞ്ഞാൽ ഉടനെ ഫ്ലൈറ്റ് കയറുന്നു, ഞാൻ നേരെ അവിടെ വരുന്നു, നിങ്ങളെ കടന്നു പറഞ്ഞു. മനസ്സിലായല്ലോ? വിളിച്ചിടയ്ക്ക് ശല്യം ചെയ്ത് ഞാനിപ്പോ ചർച്ചിലോട്ട് പോവോ. ക്ലാര, ഞാൻ കെട്ടാൻ പോണേ ക്ലാര. ഇതാണ് ക്ലാര. ആ, കതിരേശേ, നീ മൊത്തം അവസ്ഥ ഒപ്പിച്ച് വെച്ചേക്കണം. ഈ 25 സെക്യൂരിറ്റിയും 10 കാറും മുടക്കേണ്ട കാര്യം ഇവക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി ഇവക്കല്ലേ വേണ്ടത്? പിന്നെ നിനക്കാൻ ടെൻഷൻ പോവെന്നുള്ളത് ഒരു കാര്യം. എവിടെ പോകാൻ? ഇത് ബൂമറാങ്ങാടാ, എടുത്തെറിഞ്ഞാൽ തിരിച്ച് നിന്റെ അടുത്ത് തന്നെ വരും. നമ്മളെ കല്യാണത്തിന്റെ ചർച്ചയെ കുറിച്ച് നമ്മൾ പറയുക. അല്ല, ഞാൻ വെഡിങ്ങിന് ഞാൻ സംസാരിക്കണം. മാരേജിനെ കുറിച്ച് ഞാൻ സംസാരിക്കണം. അല്ല ക്ലാര, ഞാൻ മേക്കപ്പിന്റെ പരിപാടി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമസ്കാരമുണ്ടോ? ഓ ആയിക്കോട്ടെ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. മസ്കാരയുണ്ടോ? ഉണ്ടല്ലോ. നമസ്കാരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മസ്കാര കണ്ണിൽ വരയ്ക്കുന്ന മസ്കാര ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷ് കേൾക്കേണ്ട വരും. ഉണ്ട്. What's your name? സോമൻ. സോമൻ. സോമൻ ഇങ്ങ് വരൂ. സോമൻ ഇങ്ങ് വരൂ. സോമ ബർഗണ്ടി അടിക്കോ? എന്നെ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ ഇവിടെ ബ്യൂട്ടി പാർലറിൽ ബർഗണ്ടി കളറില്ലേ? ബർഗണ്ടി കളർ ഉണ്ട്, ഇവിടെ ഉണ്ട്. ക്ലാര ബർഗണ്ടി കളർ ഉണ്ട്. ഞാൻ പറഞ്ഞ അറേഞ്ച് ബ്രൂണോടുത്ത് ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ ബ്രൂണോ എന്നെ പുറകെ നോക്കണേ. വാലാട്ടുന്നുണ്ടോന്ന് നോക്കിയതാ. ഹായ് സ്റ്റെപ്പ് മാസ്ക്, ഹായ് സ്റ്റെപ്പ് ഡാറ്റ്. പപ്പയ്ക്ക് ബ്രൂണെ കാണണോ? പപ്പയ്ക്ക് ബ്രൂണെ കാണണം. കമ്മിയർ ബ്രൂണോനെ പപ്പയ്ക്ക് ഒന്ന് കാണുന്നു. പപ്പ ബ്രൂണാണ് പപ്പ. ഹെയർ സെറ്റ് ചെയ്യും പപ്പ. മീശ പിടിക്കുന്നുണ്ട് പപ്പ. മീശ റെഡിയാക്കാം പപ്പ. എല്ലാം റെഡിയാക്കാം പപ്പ. ഈ പപ്പ എങ്ങനെയാ? കതിരേശ്, ഇത് എന്താണ്? അമേരിക്ക വന്ന പെൺകുട്ടിയോട് പപ്പായ എങ്ങനെയാണെന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, പഴുത്ത കഴിക്കാം, പച്ചയാണെ കറിവച്ചും കഴിക്കാം. പപ്പായ പപ്പയെ കുറിച്ച് പറഞ്ഞത്? പപ്പയെ കുറിച്ച് എന്താ പറഞ്ഞേ? എന്റെ പപ്പ എവിടെ തനിക്കറിയോ? എന്റെ പപ്പ ഐസിലല്ല, മൈസില്. ഇവിടെ പപ്പ പെൻഗിനാണോടാ? അങ്ങനെ ചോദിച്ചേ. ഐസി കിടക്കുവാന്ന് പറഞ്ഞു. ഐസിലല്ല, ഐസിൽ കിടക്കുവന്ന്. സംസാരം ക്ലിയർ ആവണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സംസാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ 2 ഹസ്ബൻഡ്സിനെ ഞാൻ ഡിവോഴ്സ് ചെയ്തത്. 2 കല്യാണം, 3ാമത്തെ ഡിവോഴ്സ് ചെയ്താ? ആദ്യത്തെ എന്താ ഡിവോഴ്സ് ചെയ്ത്? ആദ്യത്തെ കളഞ്ഞത് തന്റെ ഇടമില്ലാത്ത കാരണത്താൽ ഞാൻ അങ്ങ് കളഞ്ഞു. നിനക്ക് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? തന്റെ ഇടമില്ലാത്ത ആകുമ്പോൾ ക്ലാര പറയുന്ന കേട്ടനുസരിച്ച് നിന്നോണ്ട് ബ്രൂണോ പർട്ടിക്കുലർ ആയിക്കോട്. എടോ, തന്റെ ഇടം ഇല്ലാത്ത കാരണത്താലല്ല, തന്റേതല്ലാത്ത കാരണത്താലാണ് ഡിവോഴ്സ് ചെയ്തത്. രണ്ടാമത്തോ? അതൊരു ചായയുടെ പ്രശ്നത്തിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തു. കണ്ടോ, നിസ്സാരം 12 രൂപയുടെ കേസിൽ ഒരു ചായയുടെ കാര്യത്തിന് ഭർത്താവിനെ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തോടെ പറയുന്നത്? എന്റെ വീട്ടിന്റെ അപ്പുറത്തെ ലൂയി ഫെർണാണ്ടസിന്റെ മകൾക്ക് എന്റെ ഭർത്താവിന്റെ മുഖച്ചായ ഉള്ളതിന്റെ പേരിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തു. മുഖച്ചായ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ? ഈ പെണ്ണിനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? സത്യം പറഞ്ഞ സോമനേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ക്ലാരയുടെ ബിഹേവിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിഹേവിംഗ്. അതിനുള്ള ബിഹേവിംഗ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. അത് ഞാൻ നിന്റെ കൂടെ ബിഹേവിംഗ് ഉണ്ട്. വരുന്നുണ്ട്. സമയമില്ല, നമുക്ക് പോയിട്ട് പിന്നെ ഹണിമൂൺ പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ ഒരിക്കൽ പ്ലാൻ ചെയ്യേണ്ടത്. എന്നാലും നിങ്ങൾ വിദേശത്താണല്ലോ. അതെ. ഹണിമൂൺ എവിടെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കും. ബ്രസീലും പെറും. ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തും പെറു എന്ന് പറഞ്ഞ രാജ്യത്തുമാണ്. 2 രാജ്യത്താണ്. അതാണ് പറഞ്ഞത്. സമയമില്ലാത്ത സമയത്ത് 2 രാജ്യത്തേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അതിനുള്ള ഐഡിയ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ ഹണിമൂൺ ബ്രസീലിൽ നടക്കും, ഞാൻ പെറുവിൽ നടത്തും. ഹണിമൂൺ തകർക്കും. ഹണിമൂൺ ഞങ്ങൾ പൊളിക്കും. ഏതായാലും
ഒരു പണിയാ. സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി ഒന്ന് വിടേ. എന്താ ചെയ്യേണ്ടത്? തിരക്ക് വെക്കണ്ട, എന്താ ചെയ്യേണ്ടത്? ഫേഷ്യൽ ചെയ്തോ, എന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്തു. ആയിക്കോട്ടെ. അവളെ ഫേഷ്യൽ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്താൽ മതി. കാരണം ഇതെങ്ങനെ തെളിഞ്ഞു വന്നാൽ എന്റെ അമേരിക്ക പോക്ക് നടക്കത്തില്ല. എവിടെ പോകാൻ? അതൊക്കെ നിമ്പ തെറ്റിദ്ധാരണ ആണല്ലേ? നിന്റെ അടുത്ത് തന്നെ കിടന്ന് ഫേഷ്യൽ ചെയ്തു നോക്കട്ടെ. അയ്യോ, ഒത്തിരി തെളിച്ച് കൊണ്ടുവരണ്ട കേട്ടോ. ഇല്ല, ചെറുതായിട്ട് തിരിക്കുക. അതെ, ഓക്കെ ഓക്കെ. കണ്ണ് തുറക്കല്ലേ? ഇല്ല, എന്റെ കണ്ണടച്ചു വെച്ച് ഇങ്ങനെ പിടിക്കും. കുക്കമ്പർ ഇല്ലാലേ കുമ്പറേ. ഓക്കെ, എങ്ങനെ കണ്ണ് തുറക്കല്ലോ കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സോമന്റെ ഹെയർ എങ്ങനെയുണ്ടെന്ന് ഹെയർ ഉള്ള കാര്യം പറയാലോ. ഇത്രയോ നല്ല ഹെയർ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. താങ്ക് യു. എന്ത് ഭംഗിയ ഹെയർ. അയ്യോ, എന്റെ അടുത്ത് ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്റെ ഹെയർ കൊള്ളാം ആദ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് താങ്കളാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോമചേട്ടാ, എന്താണ് അവിടെ നടക്കണേ? ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്താണ് അവിടെ സൗണ്ട് കേൾക്കണേ? എന്താണ്? ഒരു സൗണ്ടും ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നതാണ് കൈ. അതെ, ഇപ്പോഴും കേട്ടി. എന്താണ് സംഭവം? എന്താണ്? ഒരു സൗണ്ടും ഇല്ലെന്ന് പറഞ്ഞില്ല. അവിടെ എന്താ നടക്കണേ? അത് പറ, ഉള്ള കാര്യം ഇല്ല, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സോമൻ ചേട്ടാ, എനിക്ക് വീഡിയോ മാത്രമേ കട്ടുള്ളൂ, ഓഡിയോ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. എന്തൊക്കെ പറയണത്? ഇവിടെ മിറർ ഇല്ലേ? മിറർ ഇല്ലേ കാണാൻ വേണ്ടിട്ട്? അല്ല, മിറർ ഇല്ല ഇവിടെ. അത് ഇവിടെ മിറർ വെച്ചാ പൊളിയും. എന്തോ പൊളിയുന്നു? അല്ല, ഭിത്തിയെന്ന് പൊളിഞ്ഞ് വീഴും. അങ്ങനെ ഒരു കുഴപ്പം. അയ്യോ, അതല്ല, ഇതിന്റെ മുങ്ങിൽ ചെയ്തത് എങ്ങനെ എനിക്കൊന്നും അറിയണമല്ലോ. കാണണമോ? എനിക്ക് കാണണമായിരുന്നു. ചെയ്തത് കാണാൻ നിർബന്ധമാണോ? കാണണം. പിന്നെ നമുക്ക് കാണണ്ടേ നമ്മുടെ ഇടങ്ങേറാവില്ല. കാണണമെന്നുണ്ടെങ്കിൽ എങ്കിലും ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും. ശരിക്കും കണ്ടോണം കേട്ടോ. പിന്നെ ഒരു സ്ഥലത്തും ഇത് കാണാൻ പറ്റില്ല. കണ്ടോ? അയ്യോ, കൊള്ളാലോ. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി, സൂപ്പർ. അതാണ് സോമൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഒരു കാര്യം. അല്ല സോമ, രണ്ട് മുഖം സോമ. രണ്ട് മുഖം. ഓ, ഞാൻ പറഞ്ഞുതരാം. ഈ മുഖം കണ്ടോ? യെസ്. ഇത് മാഡം ഇവിടെ വന്നപ്പോഴുള്ള മേക്കപ്പ് ചെയ്യാത്ത മുഖം. ഇത് ഞാൻ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള മുഖം. അടിപൊളി. എങ്ങനെയുണ്ട്? വർക്ക് എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി. അപ്പൊ ഇതോടെ മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഓക്കെ. പോകാൻ നേരത്ത് പൊതിഞ്ഞു ഈ മുഖം. ഓക്കെ. അമേരിക്ക സത്യം പറയാനും ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ. അമേരിക്കയിലൊക്കെ എന്തോരം ബ്യൂട്ടി പാർലർ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവമില്ല. വിളിച്ചു പറയണം. ഹലോ, അതെ അതെ അതെ. എടീ സൂപ്പർ. ഇവിടുത്തെ ബ്യൂട്ടി പാർലർ വന്ന് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ചിരിച്ചിരിക്കട്ടെ ഉപ്പാട്. അയ്യോ, അയ്യോ. സോമ, 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 പ്ലീസ് ഹെൽപ്പ് മീ സോമ. എഴുന്നേറ്റ് പാടാ സോമ. പറ, എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് എന്റെ കണ്ണിൽ കുക്കമ്പർ വെച്ചിട്ട് എന്താണ് ഇവിടെ നടന്നത്? അതിനെന്തറിയോ, പുള്ളിക്കാരൊന്ന് സ്ലിപ്പായി വീണ്. ഓക്കെ. അപ്പൊ ഞാൻ സഹായിക്കാൻ ചെന്നു. അപ്പൊ ഞാനും സ്ലിപ്പായി വീണ്. ആ വീണ വീഴ്ചയിൽ അങ്ങോട്ടൊന്ന് ഉരുണ്ടു. വീണ് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ഉരുണ്ടു, അത് ഞാൻ സമ്മതിച്ചു. പിന്നെ നീ ഒരു 3/4 പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഉരുണ്ടത് അതെന്തിനാണ്? അത് പറയും. അതിനെ കാര്യം മനസ്സിലാക്കണം. ഈ സോമന സാധനം ഏറ്റെടുത്താൽ അത് എടുത്തത് കൊണ്ട് തിരിച്ചു വെക്കും. ഇപ്പൊ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചേനെ, എനിക്ക് ഡൗട്ട് അടിച്ചേനെ. ബ്രൂണൊക്കെ എന്റെ സംശയം ഉണ്ടല്ലേ? എന്റെ അമേരിക്കയിൽ വന്ന് ചോദിക്കണം എത്ര ഡീസന്റ് ആണ് ഞാനെന്ന്. എന്നെ എന്റെ അച്ഛനമ്മ അങ്ങനെയാ വളർത്തിയത്. തറയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ്. അമേരിക്കയിൽ ഇത്രയും ഗതികെട്ട ഉറുമ്പും പേനൊക്കെ ഉണ്ടോ? പറയുമ്പോ സമ്പന്ന രാജ്യം. അയ്യോ, ആരാ വിളിക്കണേരാണ്? ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ. ഓക്കെ ഓക്കെ, സംഭവം മനസ്സിലായി. ഓ ശരി, വെച്ചേക്കാം. നിന്റെ ഫോട്ടോ കല്യാണം ഇനി നടക്കില്ലെന്ന് പള്ളി ചെന്ന് കെട്ടി നടത്തണ്ടേ? രാവിലെ ഞാൻ അവിടുന്ന് ഒരു ദക്ഷിണ കൊടുത്തിട്ട് വെറ്റിലെ അടക്കം ദക്ഷിണ കൊടുത്തിട്ട് പോന്നില്ലേ? ആ അമ്മാവൻ അടക്കേ കയറി ചവിട്ടി തലയടിച്ച് വീണ് ഓൺ ദി സ്പോട്ടിൽ തീർന്നെന്ന്. അയ്യോ, ഇപ്പൊ കല്യാണം നടക്കില്ല. എങ്ങനെ കല്യാണം നടക്കാനാണ്? നീ ഇവിടെ സഞ്ജയനും എന്റെ 16 അടിയന്തരമൊക്കെ നടത്തണ്ടേ? അല്ല, ഇവിടെ അത് കഴിഞ്ഞിട്ട് കെട്ടാലോ. അത് കഴിഞ്ഞിട്ട് എങ്ങനെ കെട്ടാനാണ്? നാളത്തെ ഫ്ലൈറ്റിൽ ക്ലാര പോവുകയല്ലേ. പിന്നെ എനിക്ക് എങ്ങനെ അമേരിക്കക്ക് പോകാൻ പറ്റും? ബ്രൂണോ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി മുതൽ ഞാൻ ബ്രൂണോ അല്ല, പഴയ കതിരേഷ്. സത്യം പറഞ്ഞാൽ നീ കതിരേശുമല്ല, പിന്നെ സേതുരാമയ്യർ. അതുപോലെ ഇതുപോലെ പാട്ടുമായിട്ട് വരുമല്ലോടാ നീ.